ഇതിനു മുമ്പ് ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ട്രീറ്റ്മെന്റിന് വന്നിട്ട് അവരൊന്നും ബിഹേവ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഒരു രീതിയിലല്ല ഇവരിവിടെ ഇരുന്നത്. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ജെസ്സിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പം കൊല്ലുണ്ടായിരുന്നു എന്നാണ് തന്നേക്കുന്നത്. പക്ഷേ താമസിക്കുന്ന ഹോം സ്റ്റേ നടത്തുന്നത് ഇവിടെ ഇപ്പം ഈ കൊല നടന്ന വീട്ടിലാണെന്നുള്ളതാണ് പറഞ്ഞത്. ജെസ്സി എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ താമസിക്കുന്നതെന്ന് അവർക്ക് 3 പിള്ളേരുണ്ടെന്ന് നോക്കി ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ അവരെ കണ്ടിട്ടില്ല. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്രൂരനായിട്ടൊന്നും തോന്നില്ല. ഇയാൾ അങ്ങനെ ചെയ്തോ അത് അങ്ങനെയുള്ളൊരു ഇതാ എനിക്ക് തോന്നിയത്. ഇഷ്ടമില്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്ത് അവരെ അവരുടെ വഴിക്ക് വിടുക. രണ്ടുപേരും രണ്ടായിട്ട് തന്നെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക. ഒരാൾ ഈ ഭൂമിയിൽ തന്നെ ഒരു ജീവൻ ഇല്ലാതാക്കുമല്ലേ ചെയ്യുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സാം ജോർജ് ജെസ്സി എന്ന് പറഞ്ഞ ഭാര്യയെ കൊലപ്പെടുത്തി ചെപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പുറമ്പോക്കിൽ തട്ടിയ ഒരു വാർത്ത വലിയൊരു വാർത്തയായിരുന്നു ഇവിടെ. അത് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ അവിടെ നേരത്തെ സാം ജോർജ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ എങ്ങാണ്ട് നമ്മുടെ ഈ ഡെന്റൽ ക്ലിനിക്കിൽ ഈ അബ്സല്യൂട്ട് ഡെന്റൽ ക്ലിനിക്കിലെ ട്രീറ്റ്മെന്റ് വന്നായിട്ട് വാർത്ത കേട്ടായിരുന്നു. അപ്പൊ റിസപ്ഷനിൽ നിൽക്കുന്ന ആളാണ്. മഠത്തിന്റെ പേര് രജനി അല്ലെ? ഇവിടെ അടുത്ത വീട്. അതെ, ഇവിടെ അടുത്ത. ഓക്കെ. ഈ സാം ജോർജ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ടോ? സാം ജോർജ് അല്ല ട്രീറ്റ്മെൻറ്റിന് വന്നത്. സാം ജോർജിൻ്റെ കൂടെ ഒരു മദാമയായിരുന്നു വന്നത്. അപ്പം ഞാനൊന്ന് നമ്മുടെ നാട്ടുകാരെ അല്ലാത്തപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് എടുക്കും. അപ്പോൾ ഡീറ്റെയിൽസ് എടുത്തു. അപ്പം പുള്ളിക്കാരിയുടെ പേര് പറഞ്ഞു സെറ എന്നാണ് പേര് പറഞ്ഞത്. അല്ലല്ല ഇറാൻ. അപ്പോൾ പുള്ളിയുടെ അപ്പം നമ്മൾ താമസ സ്ഥലം വീട്ടുപേര് അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ വീട്ടുപേര് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഇവിടുത്തുകാരനാണ്, സ്ഥലവും വീട്ടുപേരും ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഇവിടെ ഉള്ളതാണ്, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ എവിടെയാണ് വീടെന്ന് ചോദിച്ചു. അപ്പം ഇന്നുപോലെ ഈ സ്ഥലം പറയാം. അപ്പോൾ ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഈ സാമിനെ കാണുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. പക്ഷേ ഈ ജെസ്സി എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ താമസിക്കുന്നതെന്ന് അവർക്ക് 3 പിള്ളേരുണ്ടെന്ന് നോക്കി ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അത് ഈ സാം ജോർജ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതാണല്ലോ ആ ജെസ്സി എന്ന് പറഞ്ഞതിൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അപ്പോൾ അന്നേരം ഇവിടെ തന്ന അഡ്രസ്സ്, അപ്പോൾ ഞാൻ അഡ്രസ്സ് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു കേദാരം അമലഗിരി PO അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്ത് അതെന്തായിരിക്കും ഇവിടെ താമസിക്കും, ഇവിടെ ഹോം സ്റ്റേ നടത്തുവാണ്, അവിടെ താമസിക്കുന്ന ആളാണ് ഇതെന്ന് ഈ ഇറാനിയൻ യുവതി എന്ന് പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ഓർത്ത് അതെന്തായിരിക്കും ഇവിടുത്തെ അഡ്രസ്സ് തരാതെ അമലഗിരിയിലുള്ള അഡ്രസ്സ് തന്നേ എന്നിങ്ങനെ ആലോചിച്ചു. പക്ഷെ ഞാനത് ചോദിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് പോയി. ഡോക്ടറെയും വിളിച്ചു, ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. ഇവിടെ വന്നിരുന്ന് ഇവിടെ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ഇത്രയും സ്പേസ് ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇവർ തൊട്ടടുത്ത് മുട്ടിയിരുമയൊക്കെയാണ് ഇരുന്നത്. പക്ഷെ അപ്പം ഞാനിങ്ങനെ നമുക്കത് കാണുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളൊരു പൊതുവായിട്ടുള്ളൊരു സ്ഥാപനത്തിൽ പോകുമ്പോഴത്തേക്കും നമ്മളത് ചിന്തിക്കുമല്ലോ ഇവരുടെ ആ ഒരു ഇരിപ്പും രീതി. പക്ഷേ ഇതിനു മുമ്പ് ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് അവരൊന്നും ബിഹേവ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഒരു രീതിയിലല്ല ഇവരിവിടെ ഇരുന്നത്. അപ്പം ഞാനിങ്ങനെ നമ്മൾ പിന്നെ അതങ്ങ് വിട്ടു. ഞാനിവിടെ അത് നമുക്ക് ഒരു മനസ്സിലോ അല്ലെങ്കിൽ അതൊന്നും ചോദിക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നോർത്ത് പിന്നെ ഞാൻ ഇപ്പോൾ പഠിത്താൻ തന്നെ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു വീട് എവിടെയാണെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇതാണ് വീട്, ഇവിടെ ഈ വീട് കാണിച്ചു തന്നു. ഇങ്ങനെ ഇവിടുന്ന് ചൂണ്ടി കാണിച്ചത് ഇവിടെ നിന്നാൽ കാണാം, ഈ ഡോറിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് കാണാം. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം, പക്ഷേ ഞാൻ ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ എന്ന് ഞാനിങ്ങനെ പുള്ളിയോട് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് വലിയ സംസാരമൊന്നും ഞാൻ സംസാരിച്ചില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽസ് എഴുതി അവരോട് അത്യാവശ്യം 2-3 അവർക്ക് നമ്മളൊരു അപരിചിതത്വം തോന്നാത്ത രീതിയിലുള്ള നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ നേരെ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് കയറ്റുകയുള്ളൂ. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ പുള്ളി ഹോം സ്റ്റേ താമസിക്കുന്ന ഒരു യുവതി. അപ്പോൾ അവരോട് അത്രയും അടുത്തൊരു മിങ്കിൾ ചെയ്യുന്ന രീതിയിൽ ഒരു അടുത്തിടപഴകുന്ന രീതിയിൽ അത് കൂടി ചേർന്നിരിക്കും. ഇത്രയും സ്പേസ് ഇവിടെ കിടന്നിട്ടും ഈ അറ്റത്ത് ഈ കോർണറിൽ വന്ന് രണ്ടുപേരോടും ഇങ്ങനെ മുട്ടിയിരുമിരിക്കുന്ന രീതിയിലേക്ക് ഇരുന്നു. അപ്പം ഞാനിങ്ങനെ ഇച്ചിരി അകന്ന് ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് ഇരിക്കാമല്ലോ. അപ്പം മനസ്സിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും അത്ര അടുപ്പമുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്ന് ഇങ്ങനെ ചിന്തിച്ചു. ഇവർ വന്നപ്പോഴും ഇവിടെ പേഷ്യൻ്റ് ആരുമില്ല. ഒരു പേഷ്യൻ്റ് വന്നങ്ങ് ഇറങ്ങി പോയ ഉടനെയാണ് ഇവർ കയറി വന്നത്. അതുകൊണ്ട് പിന്നെ വേറെ പേഷ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. എത്ര സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു? ശരിക്കും പറയണ ഒരു 1/2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. ഒരു ദിവസം വന്നുള്ളൂ.
അതിനുശേഷം ഇവിടെ വന്നിട്ടില്ല. അന്ന് ഈ ലാബിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു? സാമും കൂടെ കയറിയായിരുന്നു. പേഷ്യൻ ഞങ്ങൾ ബൈസ്റ്റാൻഡറിനെ ഞങ്ങൾ പുറത്തിരുത്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് പുറത്തിരുത്താറാണ് പതിവ്. പക്ഷെ പുള്ളി അകത്ത് തന്നെ നിന്നു. എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്തും പുള്ളി അകത്ത് തന്നെ നിൽക്കുമായിരുന്നു. ബൈസ്റ്റാൻഡർ അലൗഡ് അല്ല, റൂമിനുള്ളിൽ അലൗഡ് അല്ല, അതുകൊണ്ട് പുറത്തിരിക്കാൻ പറഞ്ഞ് പുറത്ത്. നല്ല കണ്ടിട്ട് എനിക്കൊരു നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരാളായിട്ടാണ് തോന്നിയത്. അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇംഗ്ലീഷിലൊക്കെ ഇരുന്ന് സംസാരിക്കാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള ഒരാളാണല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു. കണ്ട ഒരു സാധാരണ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ശരിക്കും അതൊരു വിശ്വസിക്കാൻ പറ്റാത്തത്. കാരണം ഇയാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്രൂരനായിട്ടൊന്നും തോന്നില്ല. ഇയാൾ അങ്ങനെ ചെയ്തോ അത് അങ്ങനെയുള്ളൊരു ഇതാ എനിക്ക് തോന്നിയത്. ഇതിന് മുന്നേ ഈ ജെസ്സി മിസ്സിങ് ആണെന്ന് പറഞ്ഞ് ഡോക്ടറുടെ ബ്രദർ എനിക്കൊരു ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ഈ ചേച്ചിക്ക് ഈ ചേച്ചി പുള്ളിക്കാരിനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെയൊക്കെയോ ഒരു പരിചയം അത് കണ്ടിട്ടുള്ള പോലെ തോന്നി. പക്ഷേ ഒരു പഴയ ഫോട്ടോ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് എൻ്റെ മോനെ കാണിച്ചു. അത് ഈ ഒന്നാമത്തെ കാര്യം അതിനകത്ത് കാണക്കാരി എന്നാണ് എഴുതിയിരുന്നത് അഡ്രസ്സിൽ കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണക്കാരി പഞ്ചായത്തിൽ പട്ടിത്താനം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം ഞാൻ ഓർത്ത് ഇനി കാണക്കാരി വല്ലതും ആയിരിക്കും ഇതൊന്നും ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഇന്നലെ ഒരു കണ്ടുപരിചയം പോലെ എനിക്ക് തോന്നി. അത് മോനോട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവനും അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വാർത്ത ന്യൂസിൽ കണ്ടെന്ന് പറഞ്ഞ് അവൻ എന്നെ കൊണ്ട് കാണിച്ചപ്പോഴാണ് അന്നേരം ഈ സാമിൻ്റെ ഫോട്ടോയും അതിനകത്ത് വന്നു. അപ്പം ഇങ്ങനെ കൊന്നെന്നും പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഇയാൾ അവിടെ വന്ന ആൾ, അപ്പം ഇയാളുടെ ഭാര്യയായിരുന്നു ഇതെന്നൊക്കെ അന്നേരമാണ് ഞാൻ ചിന്തിച്ചത്. ജെസ്സി എന്ന് പറഞ്ഞ ആളും അതിൻ്റെ ഭർത്താവും 3 കുട്ടികളും അവിടെ താമസിക്കുന്നത് നാട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇവരെ ആ വീടിൻ്റെ പരിസരത്തോ വീടിനുള്ളിൽ ഞങ്ങൾ അതിലെയൊക്കെ പോകുമ്പോഴത്തേക്കും നോക്കാറുണ്ട്. എപ്പോഴും ഇത് അടഞ്ഞു കിടക്കും. ഒരു ആൾതാമസം ഒരു പ്രേതാലയം പോലെ ശരിക്കും ഫീൽ ചെയ്യുന്നത്. എപ്പോൾ നോക്കിയാലും അത് ആ ഗേറ്റ് അടഞ്ഞു കിടക്കും. അതിനകത്ത് ഒരു മനുഷ്യജീവി ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. അതുപോലെയായിരുന്നു. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ജെസ്സി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ ഫോട്ടോ ഈ അടുത്തിടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയൊക്കെയോ വെച്ചിട്ട് ഇവരെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് ഞാനും ഇവിടെ അടുത്ത് താമസിക്കുന്നതല്ലേ. അപ്പം എവിടെയെങ്കിലും പക്ഷേ കറക്റ്റ് ഇവരാണ് അവിടെ താമസിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ ന്യൂസ് വന്നതിന് ശേഷമാണ്. വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് തോന്നിയത്. ഒരു സഞ്ചി ഏതാണ്ടൊക്കെ ഇട്ട് സാധാ ഒരു ഷർട്ടും പാൻറ്റും ഇട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് 59 വയസ്സുള്ളതായിട്ട് തോന്നത്തില്ല. എന്നാലും ഏജാന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഒരു 45 എബോവ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇപ്പം ഈ പോലീസ് കസ്റ്റഡിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല ഏജ് തോന്നിക്കുന്നുണ്ട്. മാനിന്നോബടി ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാവ മനുഷ്യനെ പോലെ എനിക്കന്ന് ഫീൽ ചെയ്തത് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ. പിന്നെ ഇവരുടെ ഈ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു ഹോം സ്റ്റേ നടത്തുന്നുള്ള ആളെന്ന് പറയുമ്പോൾ ഒരു ലോക്കൽ ഗാർഡിയൻ ആയിട്ടുള്ള രീതിക്കാണ് പുള്ളി ഇവിടെ വന്നത്. പക്ഷെ ഇവരുടെ ആ അടുത്തൊക്കെയുള്ള ഇരിപ്പോ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തു. അല്ല ഇവര് ഇവിടെ ഹോം സ്റ്റേ നടത്തുന്ന ഈ ഇറാനിയൻ യുവതി എന്നോട് സാം ജോർജ് പറഞ്ഞത് ഈ പട്ടിത്താനത്ത് ഈ വീട്ടിൽ ഹോം സ്റ്റേ നടന്നു അവിടെ താമസിക്കുന്നതാണ് ഈ ഇറാനിയൻ യുവതി എന്നാ പറഞ്ഞത്. അതായത് ഈ വീട് ഈ കൊല നടന്ന വീടാണ് എന്നെ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ അവിടെ ആ വീട്ടില് ഹോം സ്റ്റേ നടത്തുവാണ്. അപ്പൊ അവിടെ താമസിക്കുന്നതാണ് ഈ ഇറാനിയൻ യുവതി എന്നാ പറഞ്ഞത്. ഹോം സ്റ്റേ അവിടെ ഈ സാം ജോർജ് ഹോം സ്റ്റേ ആയിട്ട് സ്വന്തം വീട്ടിൽ ഹോം സ്റ്റേ നടത്തി അങ്ങനെയാണ് പറഞ്ഞത്. അവിടെ ഇവര് താമസിക്കാൻ വന്നാണെന്ന് പറഞ്ഞത്. അതെ 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 അവിടെ താമസിക്കുന്ന ആളാണ് ഹോം സ്റ്റേ നടത്തുന്നത്. ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണെന്നാണെന്ന് പറഞ്ഞു. ഇവർക്ക് ഇമ്പാക്ഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് നമ്മൾ സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം അവർ ഇനിയും വരും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഇരുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് എക്സ്റേ മസ്റ്റാണ്. അപ്പോൾ അത് ഡോക്ടർ അന്നേരം പറഞ്ഞു എന്നാൽ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക. അപ്പോൾ തിരിച്ച് ഞാൻ സാം ജോർജിനെ വിളിച്ചു. അപ്പോൾ എക്സ്റേ എന്നെ വല്ല അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ആ ഇറാനിയൻ പെണ്ണിൻ്റെ ഫോണിൽ നമ്മൾ എക്സ്റേയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് തിരിച്ചിങ്ങോട്ടൊന്ന് അയക്കാവോന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഫോണിലേക്ക്. അപ്പോൾ അവരങ്ങനെ അയച്ചു തന്നായിരുന്നു ഈ സാം ജോർജ്. അത് ഫോണിൽ തന്നെ നമ്മുടെ ഇവിടെ റിസപ്ഷൻ ഫോണിലേക്ക് അയച്ചു തന്നു. അപ്പം പറ്റുന്ന ഞാൻ ചോദിച്ചായിരുന്നു വീട്ടിലെത്തിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവിടെ തൊട്ടടുത്തല്ലേ അപ്പോൾ അവിടെ എത്തി അങ്ങോട്ട് തന്നെയാണ് പോയെന്നുള്ളത് തോന്നി. ശരിക്കും ആർക്കും അറിയത്തില്ല. എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഞാനിവിടെ ജനിച്ചു വളർന്ന ആളായിട്ട് പോലും ഞാൻ ഇവരിപ്പം 95-ലോ 96-ലോ ഏതാണ്ടാണ് ഇവർ താമസം തുടങ്ങിയെന്ന് ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ഇവരെ രണ്ടുപേരെയും കണ്ടില്ല. സാം ജോർജിനെ കാണുന്നത് ആദ്യം ഫസ്റ്റ് ഇവിടെ ഈ ക്ലിനിക്കിൽ ഈ ഇറാനി പെണ്ണുമായിട്ട് ട്രീറ്റ്മെൻറ്റിന് വരുമ്പോഴാണ്. അത് ഓഗസ്റ്റ് മാസത്തിൽ. അത് ഓഗസ്റ്റ് 23. കാരണം ഡേറ്റ് ഞാൻ ഓർത്ത് വെക്കാൻ കാരണം ഈ ന്യൂസ് ചാനലിൽ ഇങ്ങനെ ഇവരുടെ വാർത്ത ഇറാനി പെണ്ണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തു അയ്യോ അന്ന് ഇയാളുടെ കൂടെ വന്നതാണല്ലോ ഒരു ഇറാനി പെണ്ണ് വന്നായിരുന്നല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ OP ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോഴാണ് അന്ന് ഡേറ്റ് 23-നാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ന്യൂസിലൊക്കെ പറഞ്ഞു കേട്ടല്ലോ ആ സമയത്ത് ഒരു മാസം മുന്നേ ഇവരിവിടെ താമസം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മളിത് എടുത്ത് നോക്കിയത്.
ഇവർക്ക് 3 മക്കളുണ്ടെന്ന് പറയുന്നു. ഈ മക്കളെ കണ്ടിട്ടില്ലേ ഈ നാട്ടിൽ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ സ്കൂളിലാണ് പഠിച്ചതെന്നൊക്കെ പറയുന്നു. ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് ശരിക്കും പറയണേ ഈ വീടുമായിട്ട് ഈ റോഡുമായിട്ട് ടച്ച് ചെയ്ത് പോകേണ്ടി വരുന്നില്ല. ഞാൻ ഈ വഴിയുടെ താഴെയാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അതിലെ തന്നെ മെയിൻ റോഡിലേക്ക് പോകാനായിട്ട് അത് എളുപ്പ വഴിയുണ്ട്. ഞങ്ങൾ പോക്കുവരവ് കൂടുതലും അതിലെയാണ് ടൗണിലേക്കൊക്കെ പോകണമെങ്കിൽ. അത് ചെയ്യണ്ടായിരുന്നു. കാരണം ഒരു ഇഷ്ടമില്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്ത് അവർ അവരുടെ വഴിക്ക് വിടുക. രണ്ടുപേരും രണ്ടായിട്ട് തന്നെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക. ഒരാൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ ഒരു ജീവൻ ഇല്ലാതാക്കുമല്ലേ ചെയ്യുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. സാം ജോർജിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെന്ന് കാണുമ്പോൾ ഡിവോഴ്സ് വാങ്ങി അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുക. കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജീവൻ തന്നെയല്ലേ അല്ലേ? അതെ, ജീവന് വിലയുണ്ടല്ലോ. അത് ആർക്കും ജീവൻ വില. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ജെസ്സിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പം കൊല്ലണ്ടായിരുന്നു എന്നാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാമല്ലോ. അല്ലെങ്കിൽ നിയമവ്യവസ്ഥ ഉണ്ടല്ലോ നമുക്ക്, അതിൻ്റെ അനുസരിച്ച് പോയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പോൾ ഒരു വിദേശ രാജ്യത്ത് ഒരാൾ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കും. അവരുടെ രീതികളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ഇവർ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ഈ യുവതിനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇവരുടെ ഈ പേര് എഴുതി കഴിഞ്ഞപ്പോൾ സെറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ SDRA സെറാന്ന് എഴുതി. അപ്പം പുള്ളി സാം ജോർജ് പറഞ്ഞു അങ്ങനെയല്ല, അപ്പം SDHRA ആണെന്ന് പറഞ്ഞു തന്നെ. അങ്ങനെ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു തന്നെ. അപ്പം പിന്നെ ഇവരുടെ അത് നമുക്ക് ചെറുപ്പം തൊട്ടേ ഉള്ള, എനിക്കെങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ക്യൂരിയോസിറ്റി. ഇവരെ കാണുമ്പോൾ തന്നെ ഒരു ആകാംക്ഷയാണ്. ഈ വിദേശത്തുള്ളവരെ കാണുമ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിച്ചു. ഇനി കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ഞാൻ തിരിച്ചറിയും. അവരുടെ പെരുമാറ്റം നല്ലതാണോ ചോദിച്ചാൽ അത് എന്നോട് അധികം അടുപ്പമുള്ളതായിട്ട്. കാരണം അവർ ഇപ്പം നമ്മളാണേലും ഒരു അറിയത്തില്ലാത്തൊരു സ്ഥലത്ത് പോയി ഒരു സ്ഥാപനത്തിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവർ ട്രീറ്റ്മെൻറ്റിനാണ് വരുന്നതും. അപ്പം ആ ഒരു രീതിയിൽ ഒരു അടുപ്പം കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ എന്നോട് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ല. ഇല്ല. ഇവർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അത് കഴിയുമ്പോൾ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ടിംഗ് റൂമിലേക്ക് പിന്നെ നമ്മൾ അവരെ വിടും. അപ്പോൾ ഡോക്ടർ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെ അവർ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തോളം ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് ഇവിടെ നിന്ന് ഞാൻ ഈ റിസപ്ഷനിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നായിരുന്നു. അതിനൊരു 24 വയസ്സേ ഉള്ളൂ ഇറാനി പെണ്ണിന്. 24 വയസ്സുള്ളൂ. ഇവിടെ 24 വയസ്സാണ് ഞങ്ങളോട് പറഞ്ഞത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ന്യൂസിലൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു. ദൈവമേ, 24 വയസ്സുള്ള പിന്നെ മകളാകാനുള്ള പ്രായം. അത് അയാളുടെ മൂത്ത മകളെ കഴിഞ്ഞ് 4 വയസ്സിന് എളുപ്പമുള്ള ഒരു പെങ്കൊച്ചാണെന്നും കൂടെ ഓർക്കണം. അതെ, അത് മേക്ക് ഓവർ ആണെന്ന് നമുക്ക് മനസ്സിലായത് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന സമയത്ത് അത്രയും ഏജായിട്ട് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞ് റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഇതിൽ കണ്ട് അത് തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവന്ന വീഡിയോയിലൊക്കെ കണ്ടപ്പോഴത്തേനും ശരിക്കും ഒരു പ്രായമുള്ളൊരു ആള്. ഇവിടെ വന്നേക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട് അയാളെ കണ്ടിട്ട്. അപ്പം നമുക്ക് മനസ്സിലായി അത് അന്ന് മേക്ക് ഓവർ കാരണം ഡൈ ഒക്കെ ചെയ്ത് മേക്ക് ഓവർ ചെയ്ത് വന്നതായിരിക്കാം. ഇതാണ് സാർ, അന്ന് ഞാൻ സ്പെല്ലിങ് തിരിച്ച് SCRA എന്ന് എഴുതിയപ്പോഴത്തേക്കും സാം ജോർജ് പറഞ്ഞ് തിരുത്തിയിട്ട് SDHRA എന്ന് എഴുതിയേക്കണം. ഇത് ഓഗസ്റ്റ് 23-ാം തീയതി കേദാരം ഹൗസ് ICH അമലേരി കോട്ടയം എന്നാണ് അഡ്രസ്സ് തന്നേക്കുന്നത്. പക്ഷേ താമസിക്കുന്ന ഹോം സ്റ്റേ നടത്തുന്നത് ഇവിടെ ഇപ്പോൾ ഈ കൊല നടന്ന വീട്ടിലാണെന്നുള്ളതാണ് പറഞ്ഞത്. 23/8/25. ഏജ് 24. താഴത്തെ ഈ ബേക്കറിയിലൊക്കെ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ അപ്പോൾ അവിടെയും അവിടുത്തെ തൊട്ടടുത്ത സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഈ ഇറാനിയൻ പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരാരും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ആ പുള്ളിക്കാരിയെ കണ്ടിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.